ഈ വർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് സിമ്പിളായിട്ട് എങ്ങനെ ഡൂഡിൽ ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഇങ്കിങ്ങിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യണത് ഡ്രൈയിങ് ബ്രഷാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത സ്കെച്ചിങ് കുറച്ചും കൂടി പ്രോപ്പറായിട്ട് പക്ക ലൈൻസായിട്ട് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ചേഞ്ചുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സ്കെച്ച് ചെയ്യുന്ന സമയത്ത് തോന്നിയൊരു മൈൻഡ് ആയിരിക്കില്ല നമ്മൾ ഔട്ട്ലൈനിങ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങളാണ് നോർമലി ഞാൻ എപ്പോൾ ചെയ്താലും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ പൊതുവേ നിങ്ങൾക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ഇതിൽ ഈ ഒരു സംഭവം നോക്കിക്കോട്ടെ. ഞാൻ സ്കെച്ച് ചെയ്തപ്പോൾ അത്രേ വരച്ചിട്ടുള്ളൂ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് നൈസായിട്ടൊരു മുടി അങ്ങോട്ട് കൊടുത്താലോ എന്ന് വിചാരിച്ച് നമ്മളത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സ്കെച്ച് ചെയ്യണ സമയത്ത് ഉണ്ടാവണതിനേലും ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ഒരു പ്രോസസ്സ്. ഇങ്കിങ് എന്നാണ് എന്നെ പറയണത് എന്ന് പറഞ്ഞാൽ ഔട്ട്ലൈനിങ് കൊടുക്കുന്നത്. അങ്ങനെ ഇത് നമ്മൾ പക്കിയാക്കിയിട്ടുണ്ട്. നമുക്ക് കളർ ചെയ്യണം. കളർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ക് ചെയ്ത ലെയറിൻ്റെ അടിയിലായിരിക്കും നമ്മുടെ കളർ ലെയർ വരേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുത്തില്ലേ ആ സാധനം കവറായി പോകും. കളറിങ് സിമ്പിളാക്കാനായിട്ട് ഇതിലും എളുപ്പ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതൊന്നും നോക്കാറില്ല. സിമ്പിളാണത്. വലിയ പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഉപകാരപ്പെടും. പക്ഷേ ഇതേപോലത്തെ സിമ്പിൾ പ്രോജക്റ്റിനൊക്കെ നമ്മൾ ബുക്കിലടിക്കുന്ന പോലെ ഓരോ എലമെൻറ്റ് ബൈ എലമെൻറ്റ് കളർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഇത് നമ്മൾ പെയിൻറ്റിങ് തന്നെയാണല്ല, ഡിജിറ്റലാണെന്ന് പറഞ്ഞാലും നമുക്ക് ചെയ്യണ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടില്ല. ആക്ച്വലി നമുക്ക് ഇതിനൊരു ലൈഫ് കൊടുക്കണം. മറ്റേ ജസ്റ്റ് ഒരു ഫ്ലാറ്റ് കളേഴ്സാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഹൈലൈറ്റിങ്ങും ഷാഡോസൊക്കെ കൊടുത്ത് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നേക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്തായാലും അടുത്ത ഡൂഡിലായിട്ട് കാണാം.